വെൽക്കം ടു ആർക്കേസ് സ്റ്റോറീസ്. പറയാനിനിയും 44. ഹരിയുടെയും ആശ്രയയുടെയും ജാതകങ്ങൾ തമ്മിലുള്ള പൊരുത്തം ഉത്തമമാണെന്ന് കണ്ടതും അവളുടെ വീട്ടിലേക്ക് കല്യാണാലോചനയുടെ കാര്യം സുദേവ് വിളിച്ചു പറയിച്ചത് ജ്യോതിഷിനെയും അഹല്യയെയും കൊണ്ടായിരുന്നു. ആശ്രയ പറഞ്ഞതുപ്രകാരം അവളുടെ ചേട്ടനായ ശ്രാവണിന്റെ മൊബൈലിലേക്കാണ് അവർ വിളിച്ചത്. ആശ്രയ ജോലി ചെയ്യുന്ന ക്ലിനിക്കിന്റെ MD ആണ് താൻ എന്ന് പരിചയപ്പെടുത്തിയ ജ്യോതിഷ് തനിക്ക് പരിചയമുള്ളൊരു ഫാമിലിയാണ് ഹരിയുടേത് എന്ന് പറഞ്ഞുകൊണ്ടാണ് വിവാഹകാര്യത്തെപ്പറ്റി ശ്രാവണിനോട് സംസാരിച്ചത്. എല്ലാ കാര്യങ്ങളും പറഞ്ഞ കൂട്ടത്തിൽ ചെറുക്കൻ SI ആണെന്ന് പറഞ്ഞതും താല്പര്യം തോന്നിയ ശ്രാവൺ അച്ഛനോട് സംസാരിച്ചിട്ട് വിളിച്ചു പറയാം എന്നും പറഞ്ഞ് ഫോൺ വെച്ചു. അന്ന് വൈകുന്നേരം തന്നെ ശ്രാവൺ അവർക്ക് വിവാഹക്കാര്യത്തിലുള്ള താല്പര്യം വിളിച്ചു പറഞ്ഞതുകൊണ്ട് ആ ഞായറാഴ്ച കാലത്ത് തന്നെ പെണ്ണ് കാണാൻ ഹരിയും ഫാമിലിയും എത്തുമെന്ന് ജ്യോതിഷ് അവരെ അറിയിക്കുകയും ചെയ്തു. കൂട്ടത്തിൽ താനും വൈഫും കൂടി ഉണ്ടാകും എന്ന് പറഞ്ഞിട്ടാണ് ജ്യോതിഷ് ആ ഫോൺ കോൾ അവസാനിപ്പിച്ചത്. അല്പസമയത്തിനുള്ളിൽ തന്നെ ആശ്രയയുടെ ചേട്ടൻ ആശ്രയെ വിളിച്ച് ആ കല്യാണാലോചനയുടെ കാര്യം അവളോട് സംസാരിക്കുകയും ചെയ്തു. ജ്യോതിഷ് അക്കാര്യം അവളോടും സൂചിപ്പിച്ചിരുന്നു എന്നതുപോലെയാണ് ശ്രാവണിന്റെ ഫോൺ അറ്റൻഡ് ചെയ്തപ്പോൾ അവൾ തിരികെ സംസാരിച്ചത്. എന്തായാലും അവർ വന്ന് പെണ്ണ് കാണട്ടെ എന്നും അതിനുശേഷം ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കാമെന്നും പറഞ്ഞ അവൻ ശനിയാഴ്ച വൈകിട്ട് അവളോട് വീട്ടിലേക്കെത്താൻ പറഞ്ഞുകൊണ്ടാണ് ആ കോൾ അവസാനിപ്പിച്ചത്. അതങ്ങനെ സെറ്റായി അല്ല ആശ്രയമേ? ശ്രാവണിനോട് സംസാരിച്ച ശേഷം ഫോൺ ടേബിളിലേക്ക് വെച്ച ആശ്രയയോട് എതിരെയുള്ള കസേരയിലിരിക്കുകയായിരുന്ന വിഭ ചോദിച്ചു. ക്ലിനിക്കിലെ ക്യാൻറ്റീനിൽ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിഞ്ഞിട്ട് എഴുന്നേൽക്കാൻ തുടങ്ങുകയായിരുന്നു അവർ. അപ്പോഴായിരുന്നു ശ്രാവണിന്റെ ആ ഫോൺ കോൾ വന്നത്. പറയാറായിട്ടില്ല മോളെ. ഹരിയേട്ടനും അമ്മയും ഒക്കെ വരുമ്പോ അച്ഛൻ എന്തേലും കൊനഷ്ടൊപ്പിക്കുമെന്ന എന്റെ പേടി. സ്ത്രീധനം ഒന്നും വേണ്ടേലും എന്തേലും കാശ് കയ്യിൽ നിന്ന് ചെലവായാലോ എന്ന പേടി പുള്ളിക്കുണ്ടാവും. അങ്ങേരിതെല്ലാം കൂടി കെട്ടിപ്പിട്ടി വെച്ചിട്ട് എങ്ങോട്ട് കൊണ്ടുപോകാൻ അടി പ്ലാൻ? വിഭ തന്റെ അമർഷം പ്രകടിപ്പിച്ചു. ആവോ, തമ്പുരാനറിയാം. ആശ്രയ കൈമലർത്തി. ശനിയാഴ്ച ചെല്ലുമ്പോ തന്നെ കല്യാണം നടത്താനുള്ള ചെലവും നീ എടുത്തോളാന്ന് പറഞ്ഞേക്ക്. ഇനി അതിന്റെ പേര് പുള്ളി ഒരു ഇടങ്കൊലിടണ്ട. അതിനുള്ള കാശ് നിന്റെ ഉണ്ടാവില്ലേ? KSFയിലെ കുറി കൂടിയതിന്റെ കാശ് കിടപ്പുണ്ട്. പിന്നെ അതുകൂടാതെ അമ്മയുടെ സ്വർണമുണ്ട്. അത് മതിയാവും. പക്ഷേ ഒരു പക്ഷേ ഇല്ല. നീ ധൈര്യമായിട്ടിരുന്നേ. എന്ത് പ്രശ്നമുണ്ടെങ്കിലും ഉണ്ണിയേട്ടൻ ഡീൽ ചെയ്തോളും. ഓ, സുദേവേട്ടന്റെ കാര്യത്തിൽ എന്താ പെണ്ണിന്റെ ഒരു ശുഭാപ്തി വിശ്വാസം? എന്നിട്ട് ആ വിശ്വാസമൊന്നും നിന്റെ കാര്യത്തിൽ ഇല്ലല്ലോടി വണ്ണേ. ഇല്ലാഞ്ഞിട്ടല്ലടാ. എന്റെ ഇഷ്ടം ഇപ്പോ പറഞ്ഞ ഉണ്ണിയേട്ടനെതിരെ പറയില്ലെന്ന് എനിക്കറിയാം. പലപ്പോഴും ഞാനത് ആ കണ്ണുകളിൽ കാണുന്നുണ്ട്. പക്ഷെ എന്തോ ഒന്ന് ഇപ്പോഴും പുള്ളിയെ പിന്നോട്ട് വലിക്കുന്നുണ്ട്. എനിക്ക് അങ്ങേരുടെ സ്നേഹം മുഴുവനായിട്ടും വേണോ ആശ്രയമേ? ഒരു തടസ്സവുമില്ലാതെ, ഒരു ശങ്കയുമില്ലാതെ ആ ഹൃദയത്തിൽ ഞാൻ മാത്രം അങ്ങനെ നിറഞ്ഞു നിൽക്കണം. അതിനുവേണ്ടി അല്പം കാത്തിരിക്കാൻ ഞാൻ തയ്യാറാ. നിനക്കറിയോ, അങ്ങേരടുത്തില്ലേ എനിക്കിപ്പോ ശ്വസിക്കാനാവില്ല. എന്റെ ശ്വാസവും ജീവനും എല്ലാം ആ മനുഷ്യൻ കൊണ്ടുപോയി. മുന്നേ വന്നു നിൽക്കുമ്പോ ആ നെഞ്ചിലേക്ക് മുഖം പൂഴ്ത്താൻ കൊതിക്കുന്ന മനസ്സിനെ പിടിച്ചു നിർത്താൻ ഞാൻ പെടുന്ന പാട്. മേശപ്പുറത്ത് നഖം വെച്ച് കോറിക്കൊണ്ട് നേരെ നോക്കാതെ ഇരിക്കുന്നവളുടെ മുഖം പിടിച്ചുയർത്തി ആശ്രയ. അവളുടെ കൺപീലികളപ്പോൾ ചെറുതായി നനഞ്ഞിരുന്നു. നീ വിഷമിക്കാതെ, എല്ലാം ശരിയാവും. ഒരുപക്ഷെ മോളെക്കുറിച്ചുള്ള ചിന്തകളാവും അങ്ങേരുടെ ഉള്ളിൽ പ്രശ്നം ഉണ്ടാക്കുന്നത്. അതെ, അതൊരു പ്രശ്നം തന്നെയാടാ. ബാബ അവളുടെ കൂടെ സേഫ് അല്ലെന്ന് എപ്പോഴും പറയും. ഇത്രയും നാളത്തെ അടുപ്പം മാത്രമുള്ള എന്നെ കെയർ ചെയ്യുന്ന കാണുമ്പോൾ തന്നെ അറിയാലോ മോളെ ഉണ്ണിയേട്ടൻ എങ്ങനെയായിരിക്കും കൊണ്ടു നടന്നിട്ടുണ്ടാവുമെന്ന്. എന്തായാലും നിന്റെ കാത്തിരിപ്പിന്റെ ഫലം മധുരമുള്ളതാവട്ടെ. കാത്തിരിപ്പും മധുരമുള്ളത് തന്നെ ആടി ആശ്രയമേ. എപ്പോഴായാലും വരുമെന്നുറപ്പുള്ള വസന്തത്തെ കാത്തിരിക്കുന്ന ഒരു കിളിയെ പോലെ ഞാനും എന്റെ പ്രണയത്തെ കാത്തിരിക്കുന്നു. ആശ്രയ കൈനീട്ടി വിഭയുടെ കവിളിൽ പിടിച്ചൊന്ന് കൊഞ്ചിച്ചു. അസ്ഥിക്ക് പിടിച്ചുപോയി അല്ലേടി? അസ്ഥിക്ക മാത്രമല്ല, ആത്മാവിൽ മൊത്തം വേരുകളാഴ്ത്തി പടർന്ന് പിടിച്ചുപോയി മോളെ.
നിന്നോടെനിക്കുള്ള പ്രണയം ചൊല്ലുവാൻ ഞാൻ കാത്തിരുന്ന ദിനം. പ്രണയം പറഞ്ഞിടാൻ വയ്യാതെ നിന്നെ ഞാൻ പ്രണയിക്കും ഈ സുദിനം. നിന്നെ സുദിനം. ചുണ്ടിലൊരു മൂളിപ്പാട്ടുമായി വിഭ എഴുന്നേറ്റു. ആശ്രയ നിർബന്ധം പറഞ്ഞത് കാരണം അവൾക്ക് കൂട്ടായ വിഭയും ശനിയാഴ്ച അവളുടെ കൂടെ കൊടുങ്ങല്ലൂരിലേക്ക് പോയി. സുദേവ് അവരെ രണ്ടുപേരെയും വൈറ്റിലെ ഹബ്ബിൽ കൊണ്ടുപോയി ആക്കി. രണ്ടുപേർക്കുള്ള സീറ്റും ഒപ്പിച്ചു കൊടുത്തിട്ടാണ് അവൻ അവിടെ നിന്നും മടങ്ങിയത്. ബസ്സിലിരുന്ന് വർത്തമാനം തുടങ്ങിയ രണ്ടുപേരും വരാപ്പുഴ കഴിഞ്ഞപ്പോഴേക്കും ചെറുതായൊന്ന് മയങ്ങി. ബാഗിലിരുന്ന ഫോൺ റിങ് ചെയ്യുന്നത് കേട്ടാണ് വിഭ പിന്നീട് ആ മയക്കത്തിൽ നിന്നും ഉണർന്നത്. ഫോണിന്റെ ശബ്ദം കേട്ട് തൊട്ടടുത്തിരിക്കുകയായിരുന്ന ആശ്രയയും കണ്ണു ചിമ്മി എഴുന്നേറ്റു. ആരാടി? വിഭ ബാഗിൽ നിന്നും ഫോൺ എടുത്തപ്പോൾ ആശ്രയ ചോദിച്ചു. അവൾ ഫോൺ ആശ്രയയുടെ നേർക്ക് തിരിച്ചു. ഉണ്ണിയേട്ടൻ കാളിംഗ്. സ്ക്രീനിൽ തെളിഞ്ഞ പേര് വായിച്ച് ആശ്രയ ചിരിച്ചു. കൊള്ളാലോ, എന്താ ഒരു അന്വേഷണം, എത്താറായെന്ന് പറഞ്ഞോ? ആശ്രയ കളിയാക്കിയതിന് അവളെ ചെറഞ്ഞൊന്ന് നോക്കിയിട്ട് വിഭ കോൾ കണക്ട് ചെയ്തു. വിഭകുട്ടി, എത്താറായോടാ? ചോദ്യം കേട്ട് അവൾ നിറഞ്ഞു ചിരിച്ചു. എത്താറായി ഉണ്ണേട്ടാ? ശരി, വീട്ടിലെത്തിയിട്ട് വിളിക്കണേ. എന്നാ കട്ട് ചെയ്തോ? സുദേവ് പറഞ്ഞത് കേട്ട് അവൾ കോൾ കട്ട് ചെയ്തു. ആശ്രയ അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കിയിരിക്കുകയായിരുന്നു. ഉണ്ണിയേട്ടന് സമാധാനമായിടി? ആശ്രയയുടെ കുസൃതി ചോദ്യത്തിനുള്ള മറുപടി കൈത്തണ്ടയിലൊരു പിച്ചായിരുന്നു. ഓ, ഞാനും ഈ കൂട്ടത്തിൽ പോന്നിട്ടുണ്ടെന്ന് അവിടെ ഒരുത്തിനറിയാം, എന്നാലൊന്ന് വിളിക്കാമല്ലോ. ആശ്രയെ കെറിവിച്ചതും അവളുടെ ഫോൺ റിങ് ചെയ്തതും ഒരുമിച്ചായിരുന്നു. എടുത്തു നോക്കിയപ്പോൾ അരിക്കുട്ടൻ കോളിംഗ്. ആശ്രയ വിഭയെ നോക്കി ഒന്ന് ഇളിച്ചു കാട്ടി. ചേട്ടന്റെ തന്നെ അനിയനാണെന്ന് ഇപ്പോ മനസ്സിലായല്ലോ നിനക്ക്? വിഭയുടെ ചോദ്യത്തിന് അവൾ അതേ ഇടിയോടെ തലയാട്ടി. നിനക്കും സമാധാനമില്ല ആശ്രയമേ? ഹരിയോട് സംസാരിച്ചു കഴിഞ്ഞ് ആശ്രയ ഫോൺ ബാഗിലേക്ക് വെച്ച ഉടനെ വിഭ ചോദിച്ചു. ഏറെക്കുറെ. അവൾ ചിരിച്ചുകൊണ്ട് വീണ്ടും തലകുലുക്കി. ചന്തപ്പുരയിൽ ബസ്സിറങ്ങിയിട്ട് അവിടെ നിന്നും ഓട്ടോയിലാണ് അവർ ഉഴവത്തുകടവ് റോഡിലുള്ള ആശ്രയയുടെ വീട്ടിലേക്ക് പോയത്. അവർ അവിടെ എത്തിയപ്പോൾ ശ്രാവണും ജോലി കഴിഞ്ഞെത്തിയിട്ടുണ്ടായിരുന്നു. അകത്തേക്ക് കയറി വന്ന അവരെ കണ്ട് അച്ഛനൊന്ന് മൂളുക മാത്രമേ ചെയ്തുള്ളൂ. അമ്മ പക്ഷേ ഓടി വന്ന് രണ്ടുപേരെയും കെട്ടിപ്പിടിച്ചു. ആ, യാത്ര ചെയ്തിട്ട് കുഴപ്പമൊന്നുമില്ലല്ലോ? നിങ്ങൾ പോയി ഡ്രസ്സ് മാറു പിള്ളേരെ, ഞാനേ ചായ എടുക്കാം. അല്ലേ വേണ്ട, തണുത്ത എന്തെങ്കിലും മതിയോ? അമ്മയുടെ വർത്തമാനത്തിലും പ്രവൃത്തികളിലും ഒരു വെപ്രാളവും വേഗതയും വിഭ ശ്രദ്ധിച്ചു. ചായ എടുത്താ മതി അമ്മേ. ആശ്രയ പറഞ്ഞത് കേട്ട് അമ്മ ധൃതിയിൽ അടുക്കളയിലേക്ക് നീങ്ങി. ആ, ഇയാളാണ് വിഭാവരി അല്ലേ? അവരുടെ സംസാരം കേട്ട് മുറിയിൽ നിന്നും പുറത്തേക്ക് വന്ന ശ്രാവൺ ചോദിച്ചു. അതെ ഏട്ടാ. വിഭേ, ഇതാ എന്റെ ഏട്ടൻ ശ്രാവൺ. ആശ്രയ അവരെ തമ്മിൽ പരിചയപ്പെടുത്തി. അവൻ ചിരിച്ചപ്പോൾ വിഭയും തിരികെ ചിരിച്ചു. വിഭ ഇവളുടെ കൂടെ ഡിഗ്രിക്ക് ഉണ്ടായിരുന്നു അല്ലേ? അതെ. ഇവള് പറഞ്ഞു കേട്ടിട്ടുണ്ടെങ്കിലും ആളെ കാണുന്നത് ആദ്യമായാണ്. ആ, നിങ്ങൾ ചായ കുടിക്ക്, ഞാനൊന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ട് വരാം. അവരോട് യാത്ര പറഞ്ഞിട്ട് അവൻ പുറത്തേക്ക് ഇറങ്ങി. ആശ്രയ വിഭയെയും കൂട്ടി തന്റെ മുറിയിലേക്ക് നടക്കുന്നതിനിടയിൽ വീട്ടിലെത്തിയ കാര്യം സുദേവിനോട് വിളിച്ചു പറയാനായി വിഭ ഫോൺ എടുത്തു. രാത്രി ഭക്ഷണം കഴിക്കുന്ന സമയത്തും അച്ഛൻ അവരോട് കൂടുതലൊന്നും സംസാരിച്ചില്ല. അമ്മ പക്ഷേ വാ തോരാതെ സംസാരിക്കുന്നുണ്ടായിരുന്നു. ഒരു കാര്യം സംസാരിക്കുന്നതിനിടയിൽ തന്നെ മറ്റു പല വിഷയങ്ങളിലേക്കും അമ്മയുടെ സംസാരം മാറിപ്പോകുന്നത് ശ്രദ്ധിച്ച വിഭയെ ആശ്രയ നിസ്സഹായതയോടെ നോക്കി. വിഭ ആശ്രയയുടെ കയ്യിൽ മെല്ലെ തലോടി അവളെ ആശ്വസിപ്പിക്കുവാൻ ശ്രമിച്ചു. ആശ്രയയുടെ വിവാഹത്തെക്കുറിച്ചും തുടർന്നുള്ള ജീവിതത്തെക്കുറിച്ചുമൊക്കെ അമ്മയുടെ ഉള്ളിൽ പറഞ്ഞറിയിക്കാനാവാത്ത വേവലാതി ഉണ്ടെന്ന് അവൾക്കു മനസ്സിലായി. ഒരു പക്ഷേ തന്റെ ജീവിതത്തിന്റെ താളം തെറ്റിച്ചതുപോലെയുള്ള പ്രശ്നങ്ങൾ
തന്റെ മകളുടെ ജീവിതത്തിലും സംഭവിച്ചാലോ എന്ന ചിന്ത അവരുടെ ഉൾമനസ്സിൽ ഉണ്ടാകാം. പക്ഷേ അതെങ്ങനെ പറഞ്ഞു ഫലിപ്പിക്കണമെന്നറിയാത്ത ആ അമ്മയുടെ നാവിൽ നിന്നും താളം തെറ്റിയ താരാട്ടുപോലെ അർത്ഥമില്ലാത്ത വാക്കുകളും ഇടയ്ക്ക് വീണുകൊണ്ടിരുന്നു. പിറ്റേ ദിവസം കാലത്ത് 2 വണ്ടികളിലായിട്ടാണ് ശ്രീഹരിയും കൂട്ടരും എത്തിയത്. ഹരിയുടെ വണ്ടിയിൽ സുദേവിനെയും അപ്പച്ചിയെയും കൂടാതെ തൃശൂരുള്ള ഹരിയുടെ കൊച്ചച്ഛൻ പുഷ്കരനും ഉണ്ടായിരുന്നു. ജ്യോതിഷിന്റെ കാറിൽ ജ്യോതിഷും അഹല്യയും അവരുടെ മക്കളായ ശ്രേയസും വികാസുമാണ് ഉണ്ടായിരുന്നത്. ആളുകളെ കണ്ടതും അമ്മയ്ക്ക് വെപ്രാളം കൂടുന്നത് കണ്ട ആശ്രയ അമ്മയുടെ കയ്യിൽ പിടിച്ച് അകത്ത് തന്നെ നിന്നു. വീട്ടിൽ അവരെ കൂടാതെ തൊട്ടടുത്ത് തന്നെ താമസിക്കുന്ന അച്ഛന്റെ അനിയൻ ഗിരീഷും ഭാര്യ സുധയും കൊടുങ്ങല്ലൂര് കവിനഗറിൽ താമസിക്കുന്ന അമ്മയുടെ അനിയത്തി സുലോചനയും ഉണ്ടായിരുന്നു. കാറിൽ നിന്നിറങ്ങിയവരെ ശ്രാവണും ഗിരീഷും ചേർന്നാണ് സ്വീകരിച്ചത്. അച്ഛൻ പഴയ വില്ലേജ് ഓഫീസറുടെ പ്രൗഢിയോടെ അകത്ത് തന്നെ ഇരിക്കുകയായിരുന്നു. അകത്തേക്ക് ചെന്ന അവർ ഇരുന്നു കഴിഞ്ഞപ്പോൾ വന്നവരെ എല്ലാവരെയും പരിചയപ്പെടുത്തുന്ന കാര്യം ജ്യോതിഷ് ഏറ്റെടുത്തു. വീട്ടിലുള്ളവരെ ശ്രാവണും പരിചയപ്പെടുത്തി. അകത്തെ മുറിയിൽ ആശ്രയോടൊപ്പം നിൽക്കുകയായിരുന്ന അമ്മയെ സുലോചന പോയി കൂട്ടിക്കൊണ്ടുവന്നു. വീട് കളമശ്ശേരിയിൽ എവിടെയായിട്ട് വരും? ആശ്രയയുടെ അച്ഛൻ സംസാരത്തിന് തുടക്കമിട്ടു. എന്നേടി ഗേറ്റിനടുത്ത്. ഹരി തന്നെയാണ് മറുപടി പറഞ്ഞത്. അച്ഛനും സർവീസിലായിരുന്നു അല്ലേ? അതെ, സർവീസിലിരിക്കുമ്പോഴാണ് അച്ഛൻ മരിച്ചത്. ആ വേക്കൻസിയിലാണ് എനിക്ക് ജോലി കിട്ടിയത്. ആശ്രയയുടെ അച്ഛന്റെ ചോദ്യത്തിന് ശാന്തമായി തന്നെ ഹരി മറുപടി പറഞ്ഞു. കാര്യങ്ങളൊക്കെ മിസ്റ്റർ ജ്യോതിഷ് പറഞ്ഞിരുന്നു. പിന്നെ ആ പെണ്ണ് കാണുന്നതിന് മുമ്പ് എനിക്കൊരു കാര്യം പറയാനുള്ളത്, സ്ത്രീധനം എന്തെങ്കിലും പ്രതീക്ഷിച്ചാണ് വന്നേക്കുന്നെങ്കിൽ അതൊന്നും തരാൻ എന്നെ കൊണ്ട് പറ്റിയില്ല കേട്ടോ. ചേട്ടാ, അതൊക്കെ നമുക്ക് പിന്നെ സംസാരിച്ചാ പോരെ? ആദ്യം ഒരു മോളൊന്ന് കാണട്ടെ. ഗിരീഷ് ഇടയ്ക്ക് കയറി. പറയാനുള്ള കാര്യം എപ്പോഴായാലും പറയണമല്ലോ. കാര്യങ്ങളൊക്കെ തീരുമാനിച്ചിട്ട് പിന്നീട് അതേ ചൊല്ലി ഒരു വർത്തമാനം വേണ്ടല്ലോ എന്ന് വിചാരിച്ചു പറഞ്ഞതാ. 30 വർഷം മുന്നേ ഇവന്റെ അച്ഛൻ ഒരു ചില്ലിക്കാശ് പോലും വാങ്ങാതെയാ എന്നെ വിവാഹം കഴിച്ചത്. ആ അച്ഛന്റെ മോനാ ശ്രീഹരി. ഞങ്ങൾ വന്നത് പെൺകുട്ടിയെ കണ്ട് ഇഷ്ടപ്പെട്ട വിവാഹക്കാര്യം തീരുമാനിക്കാനാ, അല്ലാതെ സ്ത്രീധനക്കാര്യം തീരുമാനിക്കാനല്ല. അച്ഛനുള്ള മറുപടി കൊടുത്തിട്ട് അപ്പച്ചി എഴുന്നേറ്റ് ആശ്രയയുടെ അമ്മയുടെ അടുത്തേക്ക് ചെന്നു. സുദേവ് ആശ്രയയുടെ വീട്ടുകാരെ പറ്റി നേരത്തെ തന്നെ പറഞ്ഞിരുന്നത് കൊണ്ട് അപ്പച്ചിക്ക് അവിടുത്തെ കാര്യങ്ങളെല്ലാം അറിയാമായിരുന്നു. അച്ഛന്റെ സംസാരം കേട്ടപ്പോൾ പ്രതീക്ഷയറ്റതുപോലെ നിന്നിരുന്ന ആ അമ്മയുടെ കയ്യിൽ പിടിച്ച് അപ്പച്ചി അവരെ നോക്കി ചിരിച്ചു. വിരോധമില്ലേ? പോയി മോളെ വിളിച്ചോണ്ട് വരൂ. ഒന്നും പേടിക്കണ്ട കേട്ടോ. അമ്മയ്ക്കും അടുത്തു നിന്ന് അമ്മയുടെ അനുജത്തി സുലോചനയ്ക്കും കേൾക്കാൻ മാത്രം പാകത്തിൽ അപ്പച്ചി പറഞ്ഞത് കേട്ട് അവർ രണ്ടുപേരും ആശ്വാസത്തോടെ ചിരിച്ചു. ഇപ്പോ തന്നെ അവളെ കൊണ്ടുവരാൻ ചേച്ചി, സുലോചന അപ്പച്ചിയോട് പറഞ്ഞിട്ട് ആശ്രയെ കൂട്ടിക്കൊണ്ടുവരാനായി അകത്തേക്ക് പോയി. അധികം താമസിയാതെ തന്നെ അവർ ആശ്രയെ കൂട്ടിക്കൊണ്ടുവന്നു. അവൾ ഒരു റോസ് കളർ സാരിയാണ് ഉടുത്തിരുന്നത്. അവളെ കണ്ട് അമ്മയുടെ കണ്ണുകൾ വിടരുന്നത് ഹരി സന്തോഷത്തോടെ ശ്രദ്ധിച്ചു. സുലോചനയും സുധയും കൂടി ചായയും പലഹാരങ്ങളും കൊണ്ടുവന്നു വെച്ചപ്പോൾ അപ്പച്ചി ആശ്രയയെ കൈപിടിച്ച് അടുത്തിരുത്തി കാര്യങ്ങൾ ചോദിക്കാൻ തുടങ്ങി. വിഭയും ആ സമയം അകത്തുനിന്നും പുറത്തേക്ക് ഇറങ്ങി നിന്നു. അവളുടെ കണ്ണുകൾ സുദേവിനെ കണ്ട് വിടർന്നു. അവന്റെ കണ്ണുകളും അവളെ അന്വേഷിക്കുകയായിരുന്നു. പുറത്തേക്കിറങ്ങി വന്ന അവളെ കണ്ടതും അവന്റെ മുഖവും ഒരു പുഞ്ചിരിയാൽ തെളിഞ്ഞു. ആഹാ, വിഭാവരി അകത്ത് നിൽക്കുകയായിരുന്നോ? നിങ്ങൾ രണ്ടാളും കൂടിയാ ഇന്നലെ പോന്നതല്ലേ? അവളെ കണ്ട് ജ്യോതിഷ് കുശലം ചോദിച്ചു. അതെ സാർ, മറുപടി പറഞ്ഞിട്ട് അവൾ ജ്യോതിഷിന്റെ കുട്ടികളെ നോക്കി ചിരിച്ചു. അവരും അവളെ കണ്ട് പരിചയഭാവത്തിൽ തിരികെ ചിരിച്ചു. ക്ലിനിക്കിന്റെ ആനുവൽ ഫംഗ്ഷന്റെ അന്ന് അവൾ കുട്ടികളുമായി നല്ല പരിചയത്തിലായിരുന്നു. പിന്നെ ഇപ്പോഴത്തെ കല്യാണങ്ങൾക്കൊക്കെ ഉള്ളതുപോലെ കുറെ ചടങ്ങുകളൊക്കെ നടത്താൻ എനിക്ക് താല്പര്യമില്ല. എന്തൊക്കെ ചടങ്ങുകളൊക്കെ ഉണ്ടല്ലോ. എന്താടാ അത്? ആശ്രയയുടെ അച്ഛൻ ശ്രാവണിന് നേർത്തു നോക്കി. ഹൽദി, മെഹന്തി. അതൊക്കെ തന്നെ ഇപ്പോഴത്തെ പിള്ളേര് കണ്ടുപിടിച്ചതല്ലേ, വേറും വായ്ക്കലവുകള്. അതെല്ലാം എന്താണെന്ന് വെച്ചാ നിങ്ങൾ സൗകര്യം പോലെ തീരുമാനിച്ചാൽ മതി, സുദേവ് പറഞ്ഞു. ഇനി പിള്ളേർക്ക് രണ്ടുപേർക്കും
പരസ്പരം എന്തേലും സംസാരിക്കണമെന്നുണ്ടേ അത് നടക്കട്ടെ. ആശ്രയയുടെ കുഞ്ഞച്ചൻ പറഞ്ഞത് കേട്ട് ഹരി സുദേവിനെ നോക്കി. ചെല്ല്. ആശ്രയ എഴുന്നേറ്റതും സുദേവ് ഹരിക്കും അനുവാദം നൽകി. ശ്രീഹരി ആശ്രയയുടെ മുറിയിലേക്ക് പോയപ്പോൾ ജ്യോതിഷ് സുദേവിനെയും വിളിച്ച് പുറത്തേക്കിറങ്ങി. അവർ പുറത്തേക്കിറങ്ങുന്നത് കണ്ടതും അഹല്യയും കൂടെ ചെന്നു. വിഭാവരി ഇപ്പോ സുദേവിന്റെ കൂടെയാ താമസം അല്ലേ? മുറ്റത്തെ പേരമരത്തിന് ചുവട്ടിലേക്ക് നിന്നപ്പോൾ അഹല്യ സംസാരത്തിന് തുടക്കമിട്ടു. അതെ, എന്നാ കിരൺ വന്ന് പ്രശ്നമുണ്ടാക്കിയപ്പോ അവളെ ആ ഹോസ്റ്റലിൽ നിന്ന് ഇറക്കി വിട്ടു. അവിടെയാന്നേ എന്റെ ഫ്ലാറ്റിൽ ഞാൻ മാത്രമല്ലേ ഉള്ളൂ. അവിടെ കയറി അവൻ എന്തായാലും പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാൻ വരത്തുമില്ല. കാര്യങ്ങളൊക്കെ അറിഞ്ഞു. രണ്ടുപേരും ഒരുമിച്ച് താമസം തുടങ്ങിയെങ്കിൽ അതങ്ങ് ഒഫീഷ്യലി ഒന്ന് സ്ട്രോങ് ആക്കിക്കൂടെ? അഹല്യ പറഞ്ഞത് മനസ്സിലായെങ്കിലും സുദേവ് അതിന് മറുപടിയൊന്നും പറഞ്ഞില്ല. ഒരു താലി വാങ്ങി അങ്ങ് കെട്ടിക്കൂടെ എന്നാടാ അവൾ ഈ പറയുന്നത്. ജ്യോതിഷ് വിശദീകരിച്ചു. മനസ്സിലായി. അപ്പച്ചിയുടെ സ്ക്രൂ ആണല്ലേ? അതെ, പക്ഷെ കേട്ടപ്പോ നല്ല കാര്യമാണല്ലോ എന്ന് ഞങ്ങൾക്കും തോന്നി. എടാ, അത് മാത്രമല്ല, വിഭാവരി നല്ല എഫിഷ്യന്റ് ആയതുകൊണ്ട് ഞങ്ങൾക്ക് മറ്റു ചില പ്ലാനുകളുണ്ട്. നീ അവളെ വിവാഹം കഴിച്ചാൽ കൂട്ടത്തിൽ നീ ഉണ്ടാവുമല്ലോ. അതെന്ത് പ്ലാൻ? സുദേവ് നെറ്റ് ചുളിച്ച് അവരെ നോക്കി. അതൊക്കെ സമയമാവുമ്പോ പറയാം. ഇപ്പൊ നീ ഇത് പറയും. എടാ, വാവയുടെ കാര്യം നിനക്ക് അറിയാവുന്നതല്ലേ? അവളുടെ അമ്മയുടെ സ്ഥാനത്തേക്ക് ഒരാൾ കടന്നു വരുമ്പോ അത് അവൾക്ക് ഇഷ്ടമാവണ്ടേ? ഓ, അപ്പൊ അതാ നിന്റെ പ്രശ്നം അല്ലേ? ജ്യോതിഷിന്റെ ആ ചോദ്യത്തിന് സുദേവ് മറുപടിയൊന്നും പറഞ്ഞില്ല. എന്തായാലും ഈ ഒരു കാര്യം സുദേവ് ഒന്ന് മനസ്സിലിട്ട് ഉറപ്പിച്ചേക്ക്. ഭാവിയുടെ നമുക്ക് സംസാരിക്കാം. ഇതല്ലാതെ സുദേവിന് മറ്റിഷ്ടക്കുറവൊന്നും ഇല്ലല്ലോ അല്ലേ? അഹല്യയുടെ ആ ചോദ്യത്തിന് സുദേവിന്റെ മുഖത്തു നിറഞ്ഞ ചിരി മതിയായിരുന്നു അവന്റെ ഉള്ളിലുള്ളത് എന്തെന്ന് അവർക്ക് മനസ്സിലാകാൻ. ഉണ്ണിയേട്ടാ, അപ്പച്ചി വിളിക്കുന്നു. വാതിൽക്കൽ നിന്നും വിഭയുടെ വിളി കേട്ടതും അവർ രണ്ടുപേരും ചിരിയടക്കി സുദേവിനെ നോക്കി. അവൻ അവരെ നോക്കി ചമ്മലോടെ ചിരിച്ചു. ചെറുക്കനും പെണ്ണിനും പരസ്പരം ഇഷ്ടപ്പെട്ട സ്ഥിതിക്ക് അടുത്ത ആഴ്ച തന്നെ തങ്ങളുടെ വീട്ടിലേക്ക് ആശ്രയയുടെ വീട്ടുകാരെ ക്ഷണിച്ചിട്ടാണ് അവർ അവിടെ നിന്നും ഇറങ്ങിയത്. അടുത്ത ഞായറാഴ്ച ചെക്കന്റെ വീട് കാണാൻ വരുമ്പോൾ നിശ്ചയത്തിനും വിവാഹത്തിനുമുള്ള ദിവസങ്ങൾ കൂടി നോക്കിക്കൊണ്ടുവരാമെന്ന് ആശ്രയയുടെ കുഞ്ഞച്ചൻ പറഞ്ഞത് സുദേവും ശരിവെക്കുമ്പോൾ അപ്പച്ചിയുടെ നോട്ടം അവന് നേർക്കായിരുന്നു. ഹരിയുടെ വിവാഹത്തിനൊപ്പം തന്റെയും വിവാഹം നടത്തണമെന്ന കാര്യം അപ്പച്ചി ഓർമ്മിപ്പിച്ചതാണെന്ന് മനസ്സിലായതും അവൻ അപ്പച്ചിയെ നോക്കി കണ്ണിറുക്കി. ഇറങ്ങാൻ നേരം അപ്പച്ചി ആശ്രയെയും വിഭയെയും ഒന്ന് ചേർത്ത് പിടിച്ചിട്ടാണ് ഇറങ്ങിയത്. അവരോടൊപ്പം ഇറങ്ങാൻ നിന്ന വിഭയെ ആശ്രയ നാളെ രാവിലെ ഒരുമിച്ചു പോകാമെന്നും പറഞ്ഞ് വിടാതെ പിടിച്ചു വെച്ചു. സുദേവിനൊപ്പം തിരികെ പോകാൻ നിന്ന വിഭ അല്പമൊരു നിരാശയോടെയാണ് അവളുടെ ആ നിർബന്ധത്തിന് വഴങ്ങിയത്. അതെ, ഞാൻ ഇല്ലെന്ന് കരുതി കുസൃതിയൊന്നും കാണിക്കാതെ അടങ്ങി ഒതുങ്ങിയിരുന്നോളണം കേട്ടോ ഉണ്ണിക്കുട്ട. ഇറങ്ങാൻ നേരം സുദേവിനെ സൗകര്യത്തിനടുത്ത് കിട്ടിയപ്പോൾ അവന് മാത്രം കേൾക്കാൻ പാകത്തിൽ അവൾ മന്ത്രിച്ചു. ശരി കുഞ്ഞോളെ. അവനൊരു കുസൃതി ചിരിയുടെ മറുപടിയും നൽകിയിട്ട് അവിടെ നിന്നും ഇറങ്ങി. ആശ്രയെ നോക്കി കൈവീശി കാണിച്ചിട്ട് ഹരിയും വണ്ടിയിലേക്ക് കയറി. അവർ കയറിയ വണ്ടികൾ ഗേറ്റ് കടക്കുമ്പോൾ കൈ കോർത്തു പിടിച്ചുകൊണ്ട് ആശ്രയയും വിഭയും ആ വരാന്തയിൽ അവർ പോകുന്നത് നോക്കി നിന്നു. തുടരും. പറയാനിനിയും അടുത്ത ഭാഗം ഉടൻ പ്രതീക്ഷിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യണേ. അഭിപ്രായങ്ങളും ലൈക്കുകളും ചെയ്യുന്നതിനൊപ്പം കഥ കേൾക്കുവാൻ ഇഷ്ടമുള്ള കൂട്ടുകാർക്കൊക്കെ ഈ കഥയുടെ ലിങ്ക് ഷെയർ ചെയ്തു കൊടുത്ത് സപ്പോർട്ടും ചെയ്യണേ. See you soon.